സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം. പഴഞ്ഞി കോട്ടോൽ ഹെൽത്ത് സെന്ററിലാണ് ഗുണ്ടാക്രമണമുണ്ടായത്. ഇന്ന് വൈകിട്ട് 6:30-ഓടെയാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. നഴ്സ് ഫൈസൽ, ഡോക്ടർ മിഖായേൽ, അറ്റൻഡർ സുനിതാകുമാരി എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാവുകയാണ്. സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായി എന്ന വാർത്തയാണ് തൃശൂരിൽ നിന്നും പുറത്തുവരുന്നത്. പഴഞ്ഞി കൊട്ടോൽ ഹെൽത്ത് സെന്ററിലാണ് ഗുണ്ടാക്രമണം ഉണ്ടായത്. വൈകിട്ട് 6:30-ഓടെയായിരുന്നു 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. നഴ്സ് ഫൈസൽ, ഡോക്ടർ മിഖായേൽ, അറ്റൻഡർ സുനിതാകുമാരി എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. സാനു ഉണ്ട് വിവരങ്ങളുമായി. സാനു, എന്താണ് സംഭവം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിട്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഴഞ്ഞി കോട്ടക്കോൽ ഹെൽത്ത് സെന്ററിലാണ് ഇന്ന് വൈകുന്നേരത്തോട് ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നത്. 6:30-ഓടെയായിരുന്നു സംഭവം നടക്കുന്നത്. 3-അംഗ സംഘമാണ് ഈ അക്രമത്തിന് പിന്നിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേഴ്സ്, അതേപോലെ ഡോക്ടർ അടക്കമുള്ള ആൾക്കാർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശവാസിയായിട്ടുള്ള വിഷ്ണുരാജാണ് അക്രമത്തിന് നേതൃത്വം നൽകിയിട്ട്. അതായത് വിഷ്ണുരാജിന്റെ അച്ഛനെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സ്ഥലത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല. തുടർന്ന് പലകുറി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞു. തുടർന്ന് ഡോക്ടർ അവിടെ ഇല്ല, മറ്റെവിടെയോ പോയി എന്നുള്ളൊരു മറുപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഇതിൽ ക്ഷുഭിതനായിക്കൊണ്ടാണ് വിഷ്ണുരാജ് എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ അക്രമം നടത്തിയിട്ടുള്ളത്. ശരി, ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. തൃശൂർ പഴഞ്ഞിയിലാണ് സംഭവം.